പറ്റത്തില്ല. സ്പെഷ്യലി ദ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒന്നും പറയണ്ട, ഭയങ്കര ആ സിനിമ ഫുൾ അവനാണ് കൊണ്ടുപോയത്. ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പ്രോജക്ട്സിൽ ഈ പറഞ്ഞ പോലെ അപർണനെ ആണെങ്കിലും ആ മോനെ ശ്രീപത്. അപ്പം മോനൊരു വലിയ കൈഡി ആൻഡ് എടുത്ത പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും. ബിക്കോസ് ഇതൊരു അവയർനെസ് മൂവിയായിട്ട് കണ്ടാൽ മതി. പേരൻസ് മസ്റ്റ് വാച്ചാണ് ഇന്നത്തെ കാലത്ത്. സ്പെഷ്യലി നമ്മൾ പലതിനെയും പുറകെ പോകുമ്പം ആ കുഞ്ഞു മനസ്സിനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇത് മസ്റ്റ് വാച്ച്, ഒരു അവയർനെസ് ആയിട്ട് ഈ പടം എന്തായാലും കാണും. പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പടം ഏത് ജോണറിലാണ് വരുന്നത്? ഏത് ജോണറിലാണ് വരുന്നത്? ഒരു ഫാമിലി മൂവി തന്നെയാണത്. ഫാമിലി മൂവിനെയും കാട്ടി കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പറയും, ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ. അത് നമ്മൾ അങ്ങനത്തെ പടങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി കാണണം. ബിക്കോസ് അത് നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച്, ഓട്ടിസം, ADHD ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഡൈനാമിക്സ്, പിന്നെ ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഫ്യൂഷനും പിന്നെ എല്ലാവർക്കും ഒരു അവയർനെസ്സും കൊടുക്കാൻ. അതും പിന്നെ നമ്മളെ ഹ്യൂമൻ കണക്ഷൻ്റെ ഒരു വാല്യൂ അത് ശരിക്കും നമ്മൾ അറിയുന്നുണ്ട് ഈ പടം വഴി. സ്നേഹം എന്ന് പറയുന്ന കാര്യം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാളെ എങ്ങനെ മാറ്റും എന്നുള്ളത് ഭയങ്കര അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മുതുകാട് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും ഹിംസെൽഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല, ഈവൻ മ്യൂസിക് ആണെങ്കിലും പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പടങ്ങളും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. മസാല ഡിഷും പടം മാത്രമല്ല, ഇങ്ങനത്തെ അവയർനെസ് മൂവീസിനെയും സപ്പോർട്ട് ചെയ്യണം. പഠിക്കാം നമുക്ക്. നീഡ് ഓഫ് ദ ആർ ആണ് ശരിക്കും ഇത്. ഓക്കെ, താങ്ക് യു.